പുലിക്കാർ എന്ന സെഗ്മെന്റിലൂടെ നമ്മുടെ ഐറ്റം വേറൊക്കെ കിട്ടിയിട്ടുള്ള 3 കിടിലൻ പെൺപുലികളാണ് ഇനി ഈ വേദിയിൽ വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗേൾസ് രേഷ്മ, ദൃശ്യ ആൻഡ് ഹേമ. ഐറ്റം വേറെ. അയ്യോ, ഇവളുമാരി ഇതെവിടെ പോയി? അണ്ണാ, എന്റെ കൂടെ 2 പെണ്ണുങ്ങളെ കണ്ടോണ്ണാ? ഇല്ല, ഞാൻ കണ്ടില്ല. അയ്യോ, പട്ടണത്തിൽ ആദ്യമായിട്ടാ. എനിക്കറിയത്തില്ല ഇവളുമാരി ഇത് എവിടെ പോയോ എന്തോ. അയ്യോ, അവളുമാരില്ല, എനിക്ക് തിരിച്ചു പോവാനും പറ്റത്തില്ല. നീയൊക്കെ എവിടെ പോയി കിടന്നേടി? ഞങ്ങള് വഴി വെച്ച് പോയി. എങ്ങനെ വഴി തെറ്റി പോവാതിരിക്കും? നിന്നെയൊക്കെ വളർത്തിയതിന്റെ ദോഷമാടി. അതെന്ത് വർത്താനാ പറഞ്ഞത്? ഞങ്ങൾ ആരോ നോക്കി പോയെന്നല്ലേ പറഞ്ഞത്? നീയൊക്കെ എന്റെ കൂടെ വന്നിട്ട് ആരെങ്കിലും നോക്കി പോകാൻ പോയത്? ആരെങ്കിലും നോക്കി പോകുന്ന കാര്യമല്ല പറഞ്ഞത്, ആരോ നോക്കി പോയെന്നാ പറഞ്ഞത്. അതെന്തുവാടി? ആരോ കണ്ടില്ല, അമ്പ് അമ്പ്. എടി, നീയൊക്കെ എന്തിനടി അങ്ങനെ പോയത്? അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു. സിഗ്നലൊക്കെ എനിക്കറിയാം. വിജയണ്ണം കാണിച്ചു തന്ന സിഗ്നൽ അല്ല. ഓ, ട്രാഫിക് സിഗ്നൽ ഉണ്ടെന്ന്. അത് കണ്ടിട്ട് വേണം കേറി വരാന്. ഓ, ഇതുപോലെ ആ വളവ് തിരിഞ്ഞു വരുന്ന സമയത്തെ ഒരു കടയുണ്ട്. ആ കടയിൽ ഒരു 200 രൂപ കൊടുത്തേക്കണം കേട്ടോ. എന്തിനാടി? അച്ഛനെ പോലെ ഒരാള് നമ്മളോട് ഒന്ന് എന്തെങ്കിലും പറഞ്ഞാ നമ്മൾ അനുസരിക്കാൻ പറ്റുമോ? അത് നമ്മൾ അനുസരിച്ചേ പറ്റത്തുള്ളൂടി. ആ അച്ഛനെ പോലെ ആള് എന്നെ കണ്ടിട്ട് പറയാന്നേ, കേറി വാ മക്കളെ, ഊണ് റെഡിയായി, കേറി വാ മക്കളെ, കേറി വാ മക്കളെ. അയ്യോ, ആരെങ്കിലും വിളിക്കുമ്പോ കേറി പോവരുത്. അയ്യോ, എന്റെ അച്ഛനെ പോലെ എനിക്ക് തോന്നി ഐഡിയസ്. അതാ ഞാൻ കയറി ചെന്ന് അവിടെ ചെന്ന് കഴിച്ചു തുടങ്ങി പറയാ 200 രൂപ വെച്ചിട്ട് പോയാ കൊള്ളാം. അച്ഛനെ പോലല്ലേ ചോദിച്ചത്? കൈ ഇരുന്ന 200 രൂപ കൊടുക്കാൻ എന്താ? 200 രൂപയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ സ്വർണ്ണക്കാരുടെ മുമ്പേ ഒരു ചെറുക്കൻ കാണിക്കുക. ഞാൻ വിചാരിച്ച അവിടെ നിന്ന് കൈ ഓടിഞ്ഞാണ്ട് ചെറുക്കൻ നിന്നോണ്ട് കാണിക്കുവെന്ന്. ഞങ്ങൾ അവിടെ 200 രൂപ ഇവിടെ കൊടുത്തിട്ടാ വന്നേക്കുന്നത്. ഡിസ്പ്ലേ ബൊമ്മ കണ്ടാ പോലും മനസ്സിലാക്കാൻ പറ്റാത്തതിനെയൊക്കെയാണല്ലോ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഓ, നീയൊക്കെ ആ പൈസ കൊടുത്തതേ നന്നായി. നിന്നെയൊക്കെ ഞാൻ കാൻഡിൽ നൈറ്റ് ഡിന്നറിന് കൊണ്ടുപോകാന്ന് വിചാരിച്ചിരുന്നത് തന്നെ. അതെന്തോന്നും ഡിന്നറാ? മെഴുകുതിരി കുത്തി വെച്ചട്ടെ വട്ടം ഇരുന്ന് വാരി തിന്നത്തില്ലയോ അത്. ഓ, മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിൽ നിന്ന് കഴിച്ച് മടുത്തായി ഇങ്ങോട്ട് വന്നത്. അപ്പൊ താണ്ടെ മെഴുകുതിരിയുടെ മുമ്പിൽ നിന്ന് കഴിച്ചു വെച്ചാലും മതി. അതിന്റെ വീഴുന്ന കല്ലും പാറ്റലോടെ ഞങ്ങളോട് വാരി തിന്നാനും വേണ്ടി. ഓ, നീ ഒന്നും കഴിക്കണ്ട. നേരം വൈകുന്നതിന് മുമ്പേ വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു പോകുന്നേ നല്ലത്. ആ വണ്ടി മാറി പോവായിരുന്നാ കൊള്ളാം. ആ വണ്ടി മാറിപ്പോത്തൊന്നുമില്ല ഡിയസേ. അതെന്താ മാറി പോവാത്തെ? ആ ട്രെയിൻ മാറാതിരിക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം കണ്ടു വെച്ചിട്ടാ വന്നേക്കുന്നത്. അതെന്ത് സൂത്രോടി? ആ ട്രെയിനിന്റെ ബാക്കിലില്ലയോ ഇങ്ങനെ ഒരു ക്രോസ് ഉണ്ട്. എന്റെ കണക്ക് കൂട്ടം എല്ലാം തെറ്റിക്കുവോ? ഐഡിയസ്, നമ്മൾ നേരത്തെ പോവോ? പോയാ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം. എന്തിനാടി? അവിടെ ചിക്കൻ ഫേഷ്യൽ എന്ന് എഴുതിയിട്ടിരിക്കുന്നു. ആ, എന്നാ പിന്നെ എനിക്ക് ബീഫ് ഫേഷ്യലൂടെ വേണം. ആ എടി, അത് ചിക്കൻ ഫേഷ്യലൊന്നും ബീഫ് ഫേഷ്യലൊന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നേ. പിന്നെ ചിക്കൻ പാഴ്സൽ, ബീഫ് പാഴ്സൽ. നമ്മുടെ അവിടുത്തെ ഹോട്ടൽ പോലെ ഒന്നും അല്ല ഇവിടുത്തെ ഹോട്ടല്. പിന്നെ നമ്മുടെ നാട്ടിലെ ഹോട്ടലിലൊക്കെ അടുക്കള പുറകിലായിരിക്കും, സിറ്റിയിലോ അടുക്കള മുമ്പിലായിരിക്കും. ഓ, നീയൊക്കെ അല്ല എഡീസേ, എഡീസ് സിനിമ കണ്ടിറങ്ങി തലയിലൊക്കെ എന്ത് മുല്ലപ്പൊക്കെ വെച്ചിറങ്ങുന്നേ? എടി, ഇത് മുല്ലപ്പൂ ഒന്നും അല്ലടി. പിന്നെന്ത്? നമ്മള് സിനിമ കാണാൻ കയറിയപ്പോഴേ അത് കുറെ വെകിളി പിടിച്ച കുറെ കൊച്ചന്മാർ ഇരിപ്പുണ്ടായിരുന്നടി. ആ കൊച്ചന്മാരുടെ വാരി അറിഞ്ഞ പോക്കോണില്ലയോ? അരിപൊരി അത്രേ ഉള്ളു. ഓ, സിറ്റിയിലോട്ട് വന്നപ്പോഴേക്കും എന്താണ്ട് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തുടങ്ങിയേ ഞങ്ങളുടെ ഏഡിയസ്. അതാടി എന്റെ ഇംഗ്ലീഷ് ഒരു കുറവ്. എടി, നീയൊക്കെ നല്ല മണി പോലെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. പഠിപ്പിച്ച കാര്യം പറയാ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പോ, നീ ബാഗ് കള്ളിയിട്ടത്. നല്ല കസേര അല്ലയോടി? ആ, നല്ല കസേരടി. കഞ്ഞിയൊന്നും ഇല്ലെങ്കിലും നല്ല കസേരയാ. നല്ല കസേര വരുമ്പോരേ ആണയും ചുറ്റിലൂടെ കൊണ്ടുവരാൻ മറക്കല്ലേടി. അതെന്തിനാടി? ഉണ്ടാ സിനിമക്കോട്ടെ കിടക്കുന്നേ കസേര ഒന്നും നല്ലതല്ല. അതെന്താടി അങ്ങനെ പറഞ്ഞു നീ? എടി, അങ്ങോട്ട് ചരിയത്തും ഇങ്ങോട്ട് ചരിയത്തും ഞാൻ ചമ്മണം പൂട്ടേക്കിരുന്ന സിനിമ ഉണ്ട്. എടി, അത് ഫ്യൂഷൻ കസാരയാടി. എടി, അത് ഫ്യൂഷൻ കസാര അല്ല, പുഷ്യൻ കസാര. കസാരയാണോ? ഓ, അതിനെ അങ്ങനെ പറയൂ. അതിന് ആ ഒരു പേരേ ഉള്ളു പറയാൻ. സിനിമ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് നിനക്ക് ഇഷ്ടപ്പെടാഞ്ഞത്? സിനിമ കഴിഞ്ഞപ്പോഴേ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേര് എഴുതി കാണിച്ച് നന്ദിയും പറഞ്ഞു. അവസാനം നമ്മുടെ പേരുണ്ടോ? നമുക്കൊരു നന്ദി പറഞ്ഞോ? ഇവിടെ ഇരുന്ന് മണ്ടത്തരം ഒന്ന് വിളിച്ച് പറയല്ലേ. അതെന്താ എടി, അത് ഇന്നലെ കണ്ടവരുടെ പേരാ ഇന്ന് എഴുതി കാണിച്ചത്. നമ്മൾ ഇന്നല്ലേ വന്നത്, നമ്മുടെ പേര് നാളെ കാണിക്കത്തുള്ളൂ. എന്നാ പിന്നെ നമുക്ക് നാളെ വന്നാലും പോരെന്ന് എടീസേ.
ഇന്ന് കൊണ്ടുവന്നതിന്റെ ക്ഷീണം എനിക്ക് അങ്ങോട്ട് തീർന്നില്ല. ഈ നാളെയും കൂടെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നതിനെയൊക്കെ. എടി എന്തുവല്ല നമ്മുടെ സിറ്റി വന്നതാ. എന്റെ അണ്ണൻ ഒരു പാന്റ് വാങ്ങിക്കണോടി. തുണി മേടിക്കാനാണെങ്കിലേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു കട കണ്ടടി. ഏതെടുത്താലും പകുതി 50%. 50%? ഏതെടുത്താലും പകുതിയോ? അപ്പൊ ഒരു പാന്റ് എടുക്കുമ്പം 50% ആക്കി ടൗസർ ആക്കി തരോ? എന്റെ അണ്ണൻ ടൗസർ ഒന്നും ഇടത്തില്ല. നിന്റെ അണ്ണൻ ടൗസറിന് നീ 2 കൈ മേടിച്ചു കൊടുക്കാൻ നോക്കവന്. നീ ഇതെവിടുന്നടി മേടിച്ചത്? ഞാൻ ഓൺലൈനാപ്പാ. അത് മനസ്സിലായി. ആക്കോ ആപ്പ് വെച്ചിട്ട് വന്നേ അന്ന്. അത് ഹോമിലെ ഡെലിവറി അടി. അണ്ണമ്മളെ അനാവശ്യം പറയരുത് കേട്ടോ. ഞാനേ അന്തസ്സായിട്ടേ ഗവൺമെന്റ് ആശുപത്രി പോയാണ് ഡെലിവറി ചെയ്തത്. വന്നേക്കുന്നവള്. എടി ഞാൻ എന്തോ പറയുന്നേ, ഇവളെന്തോ അടി പറയുന്നേ? എടി എനിക്കുണ്ടേ പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെ. എടി നീ കേക്കണം ഇവക്കടെ വിവരം. കഴിഞ്ഞ ആഴ്ചേ എന്തോ ഒരാവശ്യത്തിന് 30 രൂപയ്ക്ക് വേണ്ടി 50 രൂപ മടക്കിയ കേസാ നിൽക്കുന്നത്. അതെന്തിനായിട്ട് നീ അങ്ങനെ ചെയ്തേ? ഓ അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് ഭേദം. എടി ഒരു ഓട്ടം പോയിട്ട് ബാക്കി 100 രൂപ ഞാൻ കൊടുത്തപ്പോ അങ്ങനെ ബാക്കി ചില്ലറയില്ലെന്ന് പറഞ്ഞൊരു ഒറ്റ പോക്ക്. ഞാൻ വിട്ട് കളയോ? അടുത്ത ഓട്ടക്കത്ത് കയറി അതിന്റെ പുറകെ വിട്ടില്ലേ ഞാനങ്ങ്. വണ്ടി പിടിച്ച് നിർത്തടി അവിടെ. ബാക്കി 30 രൂപ കൊണ്ടാ വന്നത് ഞാൻ. എന്നിട്ട് നീ ആ ഓട്ടോക്കാൻ എത്ര രൂപ കൊടുത്ത്? എടി 50 രൂപ ആയുള്ളു. എന്നാലും എന്താ എന്റെ 30 രൂപ എന്റെ കയ്യിലിരിക്കല്ലേ. അതടി എന്റെ ബുദ്ധി. എടി അത് നോക്കടി, അത് പുല്ലടി. അങ്ങോട്ട് നോക്ക് പൂള്. അതെന്തോ ഏഡിയസേ? ഇവിടെ പഞ്ചറട തുടങ്ങിയോ? പാർക്കിൽ പഞ്ചറ കണ്ടോ ഏഡിയസേ? എടി അത് പാർക്കും പഞ്ചറുകടയൊന്നും അല്ല. പിന്നെ എടി അതാണ് വെള്ളത്തിൽ വീഴുമ്പോ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്യൂബ്. അങ്ങനെ പറ. എന്നിട്ടല്ലയോ നമ്മുടെ അവിടെ ഒരു 6 വീലുള്ള വണ്ടി മറിഞ്ഞ വെച്ച് അതിനകത്ത് കാണാം 6 വീലുള്ള വണ്ടി മറിഞ്ഞപ്പോഴ് അത് അത്രയും വലിയ വണ്ടി ആ വെള്ളത്തിൽ പൊങ്ങി കിടന്നു. അതിനകത്ത് ട്യൂബ് ഇല്ലായിരുന്നോ? വേണമെങ്കിൽ പോയി നോക്കണമായിരുന്നു. അതെങ്ങനെയാടി ആ ട്യൂബിൽ ഇവിടെ കൊണ്ടിട്ടേക്കില്ല? പിന്നെ എങ്ങനെ? ഇവിടുന്ന് പോയ ഉടനെ നമുക്കൊരു സിനിമ പിടിക്കണേടി. സിനിമ പിടിക്കാനോ? അങ്ങനെയാണെങ്കിലേ നമുക്ക് ലാലേട്ടനെ കൊണ്ട് അഭിനയിക്കാം. അതിന്റെ മമ്മൂട്ടി എനിക്ക് സൂപ്പർ. എടി അതുകൊണ്ടല്ലേടി ലാലേട്ടന്റെ കൈയുടെ വേള് വരുന്നുണ്ട് ഇങ്ങനെ അങ്ങ് അഭിനയിക്കും. ഞങ്ങളെ മമ്മൂട്ടി ആരോ അഭിനയിക്കുമല്ലോ. ലാലേട്ടൻ മതി. മമ്മൂക്ക മതി. ലാലേട്ടൻ മതി. മമ്മൂക്ക മതി. നീ മിണ്ടായി. ലാലേട്ടൻ മതി. മമ്മൂട്ടി മതി. ലാലേട്ടൻ മതി. മതിന്ന് പറഞ്ഞു. ലാലേട്ടൻ മതി. നീ നിർത്ത. ലാലേട്ടൻ മതി എന്നാ പറഞ്ഞത്. ആര് നടനായാലും ശരി നടി ഞാൻ തന്നെ. എങ്കിൽ പിന്നെ ആ സിനിമ പിടിക്കാതിരിക്കുന്നേ നല്ലത്. ഞാൻ ഇറങ്ങി വന്നാലേ നയൻതാര വരെ മാറി നിൽക്കും. അത് ശരിയാ. നിന്റെ ചില നേരത്തെ ഒഴുക്കം കാണുമ്പോ എനിക്കും മാറി നിൽക്കാൻ തോന്നിയിട്ടുണ്ട്. അതെ ഉർവശി നയൻതാരഞ്ഞ് വന്നേ. എന്താ ഐഡിയസേ? കുടുംബശ്രീ എടുത്ത ലോൺ അടച്ചായിരുന്നോ? ഇല്ല. ആദ്യം പോയി അത് അടക്കി എന്നിട്ട് പണം പിടിക്കാൻ പോവാ. ഓ അപ്പൊ ലോൺ അടയ്ക്കാതാണ് നീ പണം പിടിക്കാൻ വന്നത്? ഈ ലോൺ അടയ്ക്കാതില്ലടി കാണാൻ വന്നത്. എടി നമ്മുടെ കുടുംബശ്രീ എത്ര അംഗങ്ങളുണ്ട്? 20. അതില് നിങ്ങളെ 2 പേരെ മാത്രം ഞാൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഞങ്ങളുള്ള സ്നേഹം കൊണ്ട്. ആന്നേ നിങ്ങക്ക് സന്തോഷമായേ? സന്തോഷമായി. അപ്പൊ തിരിച്ച് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കണ്ടേ? ഏഡിയസിന് വേണ്ടി ഞങ്ങളുടെ ജീവൻ കളയും ഞങ്ങള്. ഓ ജീവനൊന്നും കളയണ്ട. അടുത്ത കമ്മിറ്റി കൂടുമ്പം ആ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളൊക്കെ എന്നെ കുറച്ച് കുറ്റം പറയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ അതിന്റെ ഓഡിയോ എടുത്ത് എന്റെ വാട്സപ്പിലോട്ട് അയച്ചു തരണം. ആ നടക്കത്തില്ല ലേഡീസേ. അതെന്താടി നടക്കാത്ത? അല്ല അത് നടക്കത്തില്ല ലേഡീസേ. എടി നിങ്ങളെ ഞാൻ പാർക്കിൽ കൊണ്ടുവന്ന് സിനിമ കാണിച്ച് ഒരു സഹായം ചെയ്തോടി. അത് നടക്കത്തില്ല ഏഡിയസേ. അതെന്താ കാര്യം പറ. ഏഡിയസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും. ഇനി എങ്ങനെ ഏഡിയസിന്റെ കുറ്റം ഞങ്ങൾ പറഞ്ഞു പറയുന്നത്? എങ്ങനെ ഇരിക്കുന്നു? പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ച അവസ്ഥയില്ലേ എനിക്കിപ്പം? അല്ല ഏഡിയസേ, ഇനി നമ്മള് ലുലു മോളിലോട്ടോ ഒബ്രോ മോളിലോട്ടോ? ഇനി നമ്മൾ ഒരു മാളിലോട്ടും ഇല്ല. നീയൊക്കെ നിന്റെ മാസേ പൊടി. അങ്ങനെ നമ്മളെ കൊട്ടാരക്കര ഗേൾസ്, നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് അവിടെ ഒത്തിരി അധികം ഫാൻസ് ഉള്ള കാര്യം? ഇപ്പൊ എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്കിറ്റ് കഴിഞ്ഞു. യൂട്യൂബിലൊക്കെ ഒരുപാടധികം നല്ല കമന്റ്സ് ആണ് കിട്ടിയിട്ട്. പുറത്തിറങ്ങുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ എന്താണ് ജനങ്ങളുടെ? തിരിച്ചറിയുന്നുണ്ട്, അടി കിട്ടുന്നില്ലെന്ന് മാത്രമേ. കൊട്ടാരക്കര പിള്ളേരാണോ എന്നൊന്ന് ചോദിക്കും, പിന്നെ അവരെ കാണത്തില്ല. നിങ്ങളായിരുന്നോ അത്? ആ ഞങ്ങളായിരുന്നു. ആ അന്നേരം ഒന്നും പറയത്തില്ലേ? അതിൽ കളിച്ച് നിങ്ങളായിരുന്നോ എന്ന് ചോദിക്കും. ആ ഞങ്ങളായിരുന്നു. ആണോ? അത്ര. അല്ല പിന്നെ ബിജുക്കുട്ടണ്ണനെ ഒരു ചേച്ചി നെല്ലിക്കുന്നത്തുള്ള സുധ തിരക്കിയെന്ന് പറഞ്ഞു. അവിടെയാണ് കൊട്ടാരക്കര. അത്ര മതി. അതിന്റെ അപ്പുറത്തേക്ക് നീ പറയണ്ട. അവിടെ ഒന്നും അല്ല, ഈ പ്രചോദനെ കുറിച്ച് ആരെങ്കിലും തിരക്കിയായിരുന്നോ? പ്രചോദന അല്ല ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇന്ന് വരുന്നതാണോന്ന്. അങ്ങനെ പറഞ്ഞു വെച്ചാ
എന്നെ ആരാ തിരക്കിയത്? പറയണോ അത്? അല്ല അത് പറഞ്ഞ കുളവും വേണ്ട. ഇല്ല പറഞ്ഞോ എന്റെ ഒരു അപ്പച്ചി എന്റെ ഭയങ്കര ഫാനാ. ആ അപ്പച്ചേ ഞാനും തിരക്കിയെന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അയ്യത്തെ കൊളകാരുള്ള അല്ലേ? അതെ. മറ്റേ ഈ തോട്ടകൃഷിയില്ലേ പയറിന്റെ, അതെങ്ങനെ ബിസിനസ് ഇപ്പൊ നിങ്ങളുടെ? ഒക്കെ പൊളിഞ്ഞു, ഇപ്പൊ വില കുറഞ്ഞു. ആണോ? അല്ല അതൊരു പൊളിയിലല്ല, ഒരു ഇന്റർനാഷണൽ ഇതിലെ ഒരു ഏറ്റക്കുറച്ച് ക്രൂഡ് ഓയിലിന് ഏറ്റക്കുറച്ചിൽ വരുമല്ലോ. അപ്പൊ അത് യാദൃശ്യമായിട്ട് നമുക്കും കുറയും അല്ലേ? ക്രൂഡ് ഓയിലും വള്ളിപ്പയറുമായിട്ട് അങ്ങനെയാണത്. ആണോ? കേട്ടിന് മനസ്സിലായില്ല തമാശ. അല്ല എനിക്ക് മനസ്സിലായി. അല്ല അപ്പൊ അങ്ങനെ കുറയാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതിപ്പോ ഒരു വിഷയമായിട്ട് എടുക്കണ്ട. അപ്പൊ റബ്ബറിന് കുറയുന്നു, ശകലം ചെറിയ കുറവുകളുണ്ടല്ലോ. കൃഷി ഉണ്ടാ? ഞാൻ കൃഷി ചെയ്തൊന്നുമല്ല, പിന്നെ ആ അപ്പുറത്തെ തോട്ടത്തിൽ നിന്നൊക്കെ പറിക്കുന്നതാ. തിന്നുന്ന പയറല്ല. പിന്നെ ഇതൊരു ആയുർവേദം. ഒരു 3 ഇലയുള്ളത്, ഇത്രയും വലിയ ഇലയുള്ള 3 എണ്ണം തോട്ടത്തിൽ ഇരിക്കുന്നേ. അത് പറിച്ചിട്ട് അത് പറിച്ചിട്ട് ഉണക്കും. ഉണക്കുമ്പോ അത് പൊട്ടും. പൊട്ടുമ്പോ അതിന്റെ അരി വരും. അത് കൊണ്ടു കടയിൽ കൊടുക്കും, പാറ്റിപ്പറക്കി. അതിനെ കൊടുക്കും. ഉണങ്ങുമ്പോൾ തന്നെ പൊട്ടത്തില്ലേ, പിന്നെ എന്തിനാ കൊടുക്കുന്നത്? പിന്നെ അതിനകത്തൊക്കെ 1 2 ഒക്കെ കാണും ഇടയ്ക്ക്. അത് എന്തിനുള്ള? അത് ബ്ലഡ് ക്യാൻസറിനുള്ള മരുന്ന്, ആയുർവേദ മരുന്ന്. അത് പച്ചമരുന്നാണ്. ജനുവരിയിലും ഫെബ്രുവരിയിലും മാത്രമേ ഉള്ളൂ അതിന്റെ സീസൺ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. മഴ പെയ്താൽ പിന്നെ കൊടുത്തിട്ട് കാര്യമില്ല. പയറിന്റെ പുറകെ പോയാൽ നമുക്ക് ഈ സ്കിറ്റും പറ്റത്തില്ല. സ്കിറ്റിന് വരണമെങ്കിൽ പയർ കൊടുത്താലേ പറ്റത്തുള്ളൂ. അതും വേണം പയറും വേണം. അത് കൊടുത്തിട്ടാണ് ട്രാവലിംഗ് അല്ലേ, എക്സ്പെൻസ് ഒക്കെ റെഡിയാക്കണം. 1400 രൂപ വരെ ഉണ്ടായിരുന്നു. ആ താഴെ തോട്ടത്തിയാണ്ടോ ഇഷ്ടം പോലെ ഉണങ്ങി. അല്ല കിലോയ്ക്ക് 1400 അല്ലേ? ഏത് ഇവിടെയോ? തോട്ടത്തിൽ ഇവിടെ കഴിഞ്ഞൊന്ന് പോയി നോക്കണമല്ലോ. അത് ഉണങ്ങിപ്പോയി, നനഞ്ഞു പോയി. കൊള്ളത്തിൽ ഞങ്ങൾ നോക്കി. ആണോ? അതൊക്കെ നോക്കിട്ടിരിക്കുക. അതൊക്കെ പോയി. അതെപ്പോഴാ നോക്കിയേ? ഞങ്ങൾ ഇങ്ങോട്ട് പോയപ്പോ വന്നപ്പോഴേ അത് നോക്കി ഞാൻ. അതാണ് സ്കിറ്റ് നോക്കാനായിട്ട് വേഡിയസിനെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ADSN ടീം നമ്മുടെ കൊട്ടാരക്കര ഗേൾസിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്കിനി ചോദിക്കാം. ബിജുകുട്ടൻ ചേട്ടാ. ആ മക്കളെ നന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിലും എനിക്ക് നല്ല രസമായിട്ട് തോന്നി. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ നിങ്ങൾ രണ്ടുപേരും പതുക്കെ, അതായത് ഭയങ്കര ഓളിയം കുറച്ചാണ് സംസാരിച്ചത്. ADS നന്നായിട്ട് നല്ല ആ ഓളിയത്തിൽ നിങ്ങൾ രണ്ടുപേരും കളിച്ചാൽ മതി. കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ 2 പേരും വെവ്വേറെയാണ്. ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ സെൻറ്ററിൽ നിൽക്കുന്ന രേഷ്മയുടെയൊക്കെ ഭയങ്കര രസമുള്ള ടോണാണ്. അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ഞാനൊക്കെ സംസാരിക്കുന്ന പോലെ കുറച്ചും കൂടി ഓളിയത്തിൽ സംസാരിച്ചാൽ കുറച്ചും കൂടി പവർ കിട്ടും. തമാശകൾ ഒരുപാടുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ നിന്ന് എങ്ങനെ ഒരു ടൗണിലേക്ക് വരുമ്പോൾ കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ നന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിനിമയിൽ എഴുതി കാണിക്കുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടത്. കാരണം ഇപ്പോഴത്തെ സിനിമയിലൊക്കെ ഇത് ഇങ്ങനെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് അങ്ങോട്ട് പോകും. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനം നമ്മുടെ പേരില്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേറെ മറുപടി ഉണ്ടായിരുന്നു. അത് ഇന്നലെ കാണിച്ച ചെന്ന ആൾക്കാരായിരുന്നു. അപ്പം നമുക്ക് നാളെ പോയാൽ കാണുമല്ലോ നമ്മുടെ. പിന്നെ ഇവിടെ ഉള്ള തമാശകളും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. ആ ബീഫിൻ്റെ ഫേഷ്യൽ ചെയ്യണ കാര്യം, ചിക്കൻ ഫേഷ്യലൊക്കെ ചെയ്യണ കാര്യം, അതൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഭയങ്കര രസം. പക്ഷേ നിങ്ങൾ പറയുമ്പോൾ ഒരു ഇത്തിരി താന്ന് പോണ്. അതൊരു പ്രശ്നമല്ല കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ ഇത്തിരി ഓളിയത്തിൽ സംസാരിച്ചാൽ മതി. അതൊരു പ്രശ്നമായിട്ട് കൂട്ടണ്ട. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ഗംഭീരമായിട്ടുണ്ട് സ്കിറ്റ് കേട്ടോ. താങ്ക് യു ചേട്ടാ. നെക്സ്റ്റ് ഇക്ക. നല്ല സ്കിറ്റായിരുന്നു, പക്ഷെ ജീവൻ കുറവായിരുന്നു. നല്ല കൗണ്ടറുകളൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടെ എനർജിയിൽ നല്ല ഒരു ഉണർവ് കൊടുത്ത് അത് ചെയ്തിരുന്നെങ്കിൽ ഗംഭീര സ്കിറ്റായി മാറിയേനെ. ഇത് നിങ്ങൾ 2-3 പേരും വന്നിരിക്കുന്ന അയൽക്കൂട്ടത്തിലെ മെമ്പേഴ്സാണ്. അയൽക്കൂട്ടത്തിലെ മെമ്പേഴ്സൊക്കെ നല്ല എനർജി ആയിട്ട് പണി ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ആ ഒരു പവർ കൊടുത്താൽ മതി നമ്മൾ ഡയലോഗ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ചെറിയ കുറവുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മിന്നാൻ പറ്റിയ 3 ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾക്ക് മിന്നാൻ പറ്റും. നാട്ടിലെ കോമഡിക്കാരിൽ ഇത്ര കൗണ്ടറുകൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. അപ്പം നമ്മളൊരു ഉണർവ് കൊടുത്ത് അത് ചെയ്താൽ അത് നമ്മളിപ്പോൾ കിട്ടിയതിൻ്റെ ഡബിളായിട്ട് കിട്ടും. അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്യണം കേട്ടോ. കുറച്ചുകൂടെ എനർജിയിൽ നല്ല പവറായിട്ട് തന്നെ ചെയ്യണം. ഇതിപ്പം നിങ്ങൾ നമുക്ക് തോന്നുമ്പം പഠിച്ചത് പറഞ്ഞ് തീർക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രത ഫീൽ ചെയ്യും. അത് മാറും ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പം കേട്ടോ. അടുത്ത പ്രാവശ്യം അങ്ങനെ വരിക. ഓൾ ദ ബെസ്റ്റ്. ഹേമ, രേഷ്മ, ദൃശ്യ, നിങ്ങൾ എന്തായാലും കഴിഞ്ഞ തവണ കളിച്ച സ്കിറ്റിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് നല്ല രസമായിട്ട് കളിച്ചു കേട്ടോ. അതാണ് ആദ്യം എടുത്തു പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എടുത്ത് പറയുന്ന ഒരു ആർട്ടിസ്റ്റുകൾക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആ സ്വിമ്മിംഗ് പൂളിൽ ട്യൂബ് പൊങ്ങിക്കിടക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഹേമ സംസാരിച്ചു, എടി അങ്ങനെയാണെങ്കിൽ അവിടെ പുഴയുടെ സ്ഥലത്തൊരു വണ്ടി മറിഞ്ഞല്ലോ. ഹേമയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് അത് രേഷ്മ ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ്.
അങ്ങനെയുള്ള ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതുപോലെ ദൃശ്യമാണെങ്കിലും നിങ്ങൾ ഈ കോമ്പിനേഷൻ കുറേ സാധനം നല്ല കുറേ കൗണ്ടറുകൾ പറഞ്ഞു. പിന്നെ മമ്മൂട്ടി മോഹൻലാൽ സിനിമ ചെയ്യുന്നു, ആര് സിനിമ എടുത്താലും നായിക ഞാനാന്ന് പറയുന്നൊരു സാധനം ഹേമ പറഞ്ഞു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നത്. എല്ലാ കൗണ്ടറുകളും നല്ല രജിസ്റ്റർ ചെയ്തു. അവിടെ നസീർക്ക പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ജീവൻ എന്ന് പറയുന്നൊരു സാധനം കുറച്ചുകൂടി ഉന്മേഷം കൊടുത്താൽ നിങ്ങൾ 3 പേരും കൊട്ടാരക്കര ഗേൾസ് അടിപൊളിയുന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. നമുക്ക് വേണ്ടേ? വേണം അല്ലേ? നമുക്കിത് പിന്നെ പറ്റത്തില്ല. ഐറ്റം വരെ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഓരോ അവസരവും നമ്മൾ വിനിയോഗിച്ച് പോകേണ്ട ആൾക്കാരാണ്. അടുത്ത പ്രാവശ്യം 3 പേർക്കും കൊണ്ടുവന്നേ അതൊക്കെ എന്തെങ്കിലും വഴി നമുക്ക് അതിന് ചാക്ക് അറേഞ്ച് ചെയ്യാം. ആ ടെൻഷൻ നാട്ടുകാരോട് പറഞ്ഞ ചാക്ക് തരും. കൊണ്ടുപോകുന്നു കൊട്ടാരക്കര വരെ പോണം. ആലപ്പുഴ വരെ ഇവര് കൊണ്ടുതരും. അവര് പറഞ്ഞ എത്ര വിലയെന്നുള്ളത് തരത്തൊന്നും ഇല്ലായിരിക്കും. ചോദിച്ചു നോക്കാം അവര്. പിന്നെ കൊള്ളാം. അവരെ കണ്ടിട്ട് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ? ഇല്ല. അല്ല ചില പറയാൻ പറ്റില്ല. കാരണം 1500 രൂപയാണ് ഒരു കിലോന്. അല്ലേ? അത് ശരിയാ. എന്തായാലും ഉണ്ടാവും. ഒരു ചാക്ക് പറിച്ചാ ഇത്രേ കിട്ടത്തുള്ളൂ. ആണോ? കടുകിന്റെ അത്രേ ഉള്ളൂ. അല്ല നമ്മൾ ഇങ്ങനെ പറിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് തന്നെയാണ് ഈ പറഞ്ഞത് ഇത്ര കിലോ. അതാകുമ്പോ ചിലപ്പോ തരാനുള്ള ചിലപ്പോ ഒരു ചെറിയൊരു മനസ്സ് കുറവുണ്ടാവും അല്ലേ? അതെ. എന്തായാലും ചാക്ക് വേണ്ടാത്തൊരു സാധനം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗുണമുള്ളൊരു സാധനമുണ്ട്. മാർക്സ് അല്ലേ? നമുക്ക് ചോദിക്കാം. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ബിജുക്കുട്ടൻ ചേട്ടൻ. ഞാനൊരു 10,000 രൂപ കൊടുക്കാം. ഓക്കെ, 10,000. പ്രചോദേട്ടാ? അപ്പൊ ഞാനും കുറയ്ക്കുന്നില്ല. ഞാനൊരു 10,000 രൂപ ഞാനെത്തും. ഓക്കെ, അങ്ങനെ 10 20,000 രൂപയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇനി ഇക്കയുടെ കയ്യിലാണ് ബാക്കി ഞാൻ തരാം. തോണ്ട് കിടക്കുന്നു. 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അപ്പം നമ്മുടെ കാര്യക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക, അതൊക്കെ വർക്ക് ചെയ്തിട്ട് അടുത്ത തവണ ഇതിലും ഗംഭീരമായിട്ട് വരിക. മീനാക്ഷി, ഇവിടുന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് എത്ര രൂപ കിട്ടി മൊത്തം? 85. ഓ, ആ അടിപൊളി. അതെന്താ ഇങ്ങനെ ഇപ്പൊ പറയുമ്പോഴൊക്കെ 81 പറയണ്ടായിരുന്നു എന്നൊക്കെ. കടക്കാരൊക്കെ വന്ന് ചോദിക്കില്ലയോ? അല്ല കിട്ടിയില്ലെന്ന് പറഞ്ഞിരിക്കുവേ. അല്ല കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നല്ല വരുമാനമാവും. അതെ. കേട്ടോ, നിങ്ങൾ ആഞ്ഞു പിടിക്കണം. പഞ്ചസൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. പഞ്ച് ആഞ്ഞു പിടിച്ച പയർ പോലെ പൈസ കിട്ടും. അതെ. ഇനി ഒരുപാട് പഞ്ചസ് നേടാനായിട്ട് കൊട്ടാരക്കര ഗേൾസ് വരില്ലേ? വരും. അപ്പൊ see you. ചിരിയുടെ കുറച്ച് കുട്ടി പാക്കറ്റ്സ് ആണ് ഞങ്ങൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ പോകുന്നത്. കാരണം നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് ഇങ്ങോട്ട് വരുന്നത്. ലെറ്റ്സ് വെൽക്കം സൈന്ദവ്, ആരിദത്തൻ ആൻഡ് ശ്രേയക്കുട്ടി. മാനം തെളിഞ്ഞേ നിന്ന മനസ്സും നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമീളം മണിച്ചേലോലും മോലേഞ്ഞാലി ഇനി കാത്തുമ്പി പെണ്ണാൾക്ക് താലിയും കൊണ്ടേ വായു. ഇന്നാണ് എന്റെ മോളെ കാണാൻ വരുന്നത്. അമ്മാവന്റെ മോളയ്ക്ക് എന്തോ പറ്റി? എന്റെ മോളെ കാണാനല്ല, നിന്നെ എന്റെ മോളെ പെണ്ണ് കാണാൻ ചെറുക്കന്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്. പിന്നെ നിന്നെ കേട്ടാമോ ചെറുക്കൻ യൂറോപ്യൻ ക്ലാസ് അല്ല, അവ യൂറോപ്പിൽ സെറ്റിൽഡ് ആണ്. ഈ ചെറുക്കൻ വളർന്നതും പഠിച്ചതും എല്ലാം യൂറോപ്പിലാ. ഈ പച്ചൻ പഠിച്ചിട്ടില്ല, പള്ളിക്കൂടത്തിൽ പോയിട്ടുമില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഈ പച്ചനല്ല, ഈ കൊച്ചൻ. ദൈവത്തെ ഓർത്ത് അവർ നിന്നെ കാണാൻ വരും. ഇതുപോലത്തെ മണ്ടത്തരൊന്നും വിളിച്ച് പറയരുത്. ഞാൻ പറയത്തില്ല, അമ്മാവൻ തന്നെ അങ്ങ് പറഞ്ഞേച്ചാ മതി. എടി, നിനക്ക് ഞാനിത് എത്രാമത്തെ കല്യാണാലോചന കൊണ്ട് തരുന്നത്? നിങ്ങൾ ഇത് കേൾക്കണോ? കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. കുളമാവിന്ന് വന്നതോ ആദ്യം ഇവള് കുളമാക്കി. തൃപ്പൂണിത്തറയെന്ന് വന്നത് തൃപ്തിയായില്ലെന്ന് പറഞ്ഞു. ആലുവയെന്ന് വന്നതോ ആലോചിക്കാന്ന് പറഞ്ഞ് അത് ഇവൾ ഒഴിവാക്കി. ഈ കല്യാണാലോചന എവിടുന്നാണാവോ? തലപ്പേര് ഞാൻ പറയത്തില്ല. എന്താ അത് കൗണ്ടറില്ല. എന്തിനാണ് നീ ഇങ്ങനെ അവിടെ കിടിക്കുന്നത്? അല്ല, അമ്മാവൻ പറഞ്ഞ തമാശയ്ക്ക് ഒരു മരിമോളെന്ന നിലയ്ക്ക് ഞാൻ ചിരിച്ചത്. ഞാൻ തന്നെ ഇതെല്ലാം കേൾക്കണം. നിന്റെ അമ്മ എത്തിനും പോയത് പിന്നെ ഞാനല്ലേ നിന്നെ നോക്കിയത്. ഈ അമ്മാവൻ നിനക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടോ? എനിക്ക് ആപ്പാടുള്ള ഓർമ്മ ഈ അമ്മാവന്. അമ്മാവൻ കാരണം എന്റെ അക്കൗണ്ടിലെ മുഴുവൻ പൈസയും പോയത്. രക്തബന്ധത്തെക്കാൾ വിലയുണ്ടായിരുന്നല്ലേ പൈസയുടെ കെട്ടുകൾക്ക്. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. ഇത് അഭിനയമല്ല, ഇത് ഉള്ളിന്ന് വന്നതാണ്. സമാധാനം, ഇന്നെങ്കിലും ഒന്ന് ഉള്ളിന്ന് വന്നല്ലോ. സാധാരണ കിഴങ്ങിന്നാണേ വരാറ്. ഞാൻ സീരിയസ് ആണ്. സീരിയസ് ആണ്. എപ്പിസോഡായിട്ട് മോൾ ഒരു കാര്യം ചെയ്ത് ഇറക്കി വിടും. എന്നെ ജയിലിൽ കയറ്റിയേക്കരുത്. അമ്മാനെ കൊന്ന കുറ്റത്തിന്. സീരിയസ് ആയിട്ടാണോ? അല്ല, എപ്പിസോഡായിട്ട് ഇറക്കാൻ വേണം. വേണ്ട. അയ്യോ, നിന്നെ കാണാൻ ഇപ്പൊ
ആ ചെറുക്കൻ ഇങ്ങോട്ട് വരും. അന്നേരം മൊത്തത്തിലൊന്ന് ഒതുങ്ങണം. അങ്ങനെയാണ് ആദ്യം ഒതുക്കേണ്ടത് അമ്മാവനെയാ. നീ അത് ചെയ്യും. നീ ഒരു കാഞ്ചി അകത്ത് പോയിരിക്കെ, ഞാൻ വിളിക്കുമ്പോ വേണം നീ വരാൻ. മനസ്സിലായല്ലോ? എന്താ അമ്മാവ? യോ, പെണ്ണ് കാണാൻ പോകുന്ന കൊച്ചു നടന്നു വരുന്നോണ്ടോ ചാടിത്തുള്ളി വെച്ചാ. എടി, ഞാൻ കാണിക്കുന്ന പോലെ നീ വരണം. ഞാൻ വിളിക്കുമ്പോ ഇങ്ങനെ വേണം. ശ്രദ്ധിച്ച് കണ്ടോണേ. ഇങ്ങനെ വേണം വരാൻ. നാണമില്ലേ? നാണമൊക്കെ നീ കൈ അങ്ങോട്ട് ഇട്ടാ മതി. അതല്ല, അമ്മാവൻ ഇതേമായുള്ള കോക്കാമ്പീച്ചി കാണിക്കാൻ നാണമില്ലേ? ഇങ്ങനെ ഒരു അമ്മാവനും ഉണ്ട്. ഹലോ, ഞാൻ കൃത്യമായിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാർഗമധ്യേ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. കുട്ടിയെ കണ്ടോടെ ഒരു ചിത്രം ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. ഓക്കെ, ശരി. നമസ്കാരമുണ്ട്, ഞാൻ ഇടുക്കിന്ന് വരുന്നു. ഇടുക്കിന്ന് വരാൻ നീ എന്നാ മലവെള്ളമാണോ? ഹാസ്യം. ഈ സ്ഥലത്തിന് എന്താകും? ഇത് ഒന്നിന് താഴെയാ. ഒരുത്തിനോടന്ന് പോയാൽ ഒന്നിന് മേലെയാകും. ആര്? താൻ തന്നെ. വരുന്നത് അതല്ലെന്ന്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. ഇവിടുത്തെ കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങ് യൂറോപ്പിൽ നിന്ന് വന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ്. അതെന്റെ ഒരു കൂട്ടുകാരൻ ഞാൻ. മനസ്സിലായി. അല്ല, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? അത് ഞാനൊരു ഖാദികനാണേ. ഞാൻ ഖാദികനാണെന്ന്. ഇടുക്കി ജില്ലയിലെ മുക്കിലും മൂലയിലും കഥാപ്രസംഗം നടത്തുന്ന ഒരു എളിയ കഥാകാരനാണ് ഞാൻ. ഈ ശേഷം കിട്ടാത്തോണ്ടാണ് ഈ മുക്കിലും മുല്ലും ചെയ്തോണ്ട് നടക്കുന്നത്. പിന്നെ ഹാസ്യം. അതല്ലെന്ന്, എന്നെ അങ്ങോട്ട് പിടിയിട്ടതാണെന്ന് തോന്നുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. പണ്ടൊരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു, കൂട്ടത്തല്ലി. കഥാപ്രസംഗം കൂട്ടത്തല്ലോ? അങ്ങനെ ഒരു കഥാപ്രസംഗത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് കഥാപ്രസംഗത്തിന്റെ പേരല്ല. ഞാനൊരു കഥാപ്രസംഗം അങ്ങോട്ട് തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ, കൂട്ടത്തല്ലായി. അവിടത്തെ കമ്മറ്റിക്കാരും കാഴ്ചക്കാരും ആയിരുന്നു തല്ല്. എന്നിട്ട് എന്തൊരു വലിയ പ്രശ്നമായിരുന്നെന്ന് അറിയാവോ? എന്നിട്ട് ഞാൻ എന്റെ കണ്ണി കണ്ട ഒരു ഊട് വഴി കൊണ്ട് ഇളിത്തൊരൊറ്റ ഓട്ടം ഓടി. അതിപ്പോ ഒരു റോഡായി. അത് അറിയപ്പെടുന്നത് എന്റെ പേരിലാണ്. ഖാദികൻ റോഡ്. തന്റെ കാര്യം പറയാ. ചെറുക്കനെ പറ്റി വല്ലതും പറയുന്നുണ്ടോ? ചെറുക്കൻ എന്റെ കൂട്ടുകാരനായോണ്ട് പറയുമല്ല. ചെറുക്കനെ കുറിച്ച് ഞാൻ പറയാം. പണ്ട് കേരതിരകൾ തിങ്ങിപ്പാർത്തിരുന്ന കൊച്ചു കേരളത്തിൽ നിന്നും വ്യവസായത്തിന് പോയ മണ്ണന്തൊടി മാമച്ചന്റെ മകൻ മനു. അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വണ്ണത്തിനൊത്ത പൊക്കമുള്ള, പൊക്കത്തിനൊത്ത വണ്ണമുള്ള, വണ്ണത്തിനൊത്ത പൊക്കമുള്ള, പൊക്കത്തിനൊത്ത വണ്ണമുള്ള. അതെ, ഇവന് വണ്ണവും പൊക്കോ അല്ലാതെ വേറൊന്നും ഇല്ലേ? ഉണ്ട്. എന്നാ അത് പറ. മലയാള നാടിന്റെ മന്നനീവൻ, മലയാള നാടിന്റെ മന്നനീവൻ. അതാണ് നമ്മുടെ കഥാനായകൻ മനു. അല്ല, ചെറുക്കന്റെ പേരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അല്ല, ഇവന്റെ സ്വഭാവം എങ്ങനെയാണ്? സ്വഭാവം അത് പറഞ്ഞുതരാം. വലിക്കില്ല കുടിക്കില്ല, വായ് നോട്ടം അവനില്ല, സുന്ദരനാണവൻ ചെത്തു പയ്യൻ. വലിക്കില്ല കുടിക്കില്ല, വായ് നോട്ടം അവനില്ല, സുന്ദരനാണവൻ ചെത്തു പയ്യൻ. കഥാപ്രസംഗം. ഇത് കഥാപ്രസംഗമല്ല, നിന്റെ അതേ പ്രസംഗം. അതേ പ്രസംഗം പറഞ്ഞപ്പോഴാ ആ കുട്ടിയെ വിളിക്കൂ. മോളെ വാ. എന്താ പേര്? വീണ. ഇവക്കടെ പേരിലാണ് ഈ വീട്. ഇവക്കടെ പേരാണ് വീട് സ്ഥലമൊക്കെ? വീട് സ്ഥലമല്ല, വീട്ടുപേര് മാത്രമാണ് ഇവക്കടെ പേര്. ചേട്ടന്റെ പേരെന്താ? ചേട്ടനോ? എന്റെ പേര് ജോബി. ജോബ് എന്താ? ജോബില്ല. ജോബി ചേട്ടന്റെ വീട്. എന്റെ വീട് ഇടുക്കി. ആഹാ, ഇടുക്കിയിൽ എന്തൊക്കെയുണ്ട്? ഇടുക്കിയിൽ കുന്നുണ്ട്, തേർത്തോട്ടമുണ്ട്, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുണ്ട്. അതെങ്ങനെ? എനിക്ക് സംശയം. 12 വർഷം കൂടുമ്പോ എങ്ങനെ നീലക്കുറിഞ്ഞി പൂക്കുന്നേ? എന്റെ കൊച്ചെ, നമ്മൾ എന്തൊരു സാധനമായാലും കുറെ നാളെ എടുക്കാതിരുന്ന അത് പൂത്തുപോകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ ഇടുക്കിയെ കുറിച്ച് പറയാം. കുടുകുട പെയ്യുന്ന മഴയുണ്ട്, കിടുകുട വിറയ്ക്കുന്ന തണുപ്പുണ്ട്. കുടുകുട പെയ്യുന്ന മഴയുണ്ട്, കിടുകുട വിറയ്ക്കുന്ന തണുപ്പുണ്ട്. പുഴയിൽ നിറയെ മീനുണ്ട്, മലയിൽ നിറയെ മാനുണ്ട്. പുഴയിൽ നിറയെ മീനുണ്ട്, മലയിൽ നിറയെ മാനുണ്ട്. മീനുണ്ട്, മാനുണ്ട്, വെയിലുണ്ട്, മലയുണ്ട്, ഞാനുണ്ട്, നീയുണ്ടോ?
അല്ല അതാണ് ഇടുക്കി. അത് കിടുക്കി മുടക്കി കല്യാണം. അത് മുടക്കിയാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ഇടുക്കിലോട്ട് പോരുന്നു. അല്ല അപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് ആണോ? അതല്ല മറ്റേ യൂറോപ്യൻ പയ്യൻ. നിങ്ങൾ എന്തൊരു വിട്ടിയാണോ? അവൻ യൂറോപ്പിൽ പോയിട്ട് എത്ര കൊല്ലമായി? അവൻ അവിടെ പെണ്ണേം കേട്ടി 2 കൊച്ചുങ്ങളും കാണും. എനിക്കറിയാവുന്ന കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വിളിക്കുന്നു 100 ആയുസ്. ഹലോ, എടാ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞല്ലാടാ. കഥാപ്രസംഗത്തിനിടയ്ക്ക് സിമ്പിൾ അടിക്കും പോലെ കടന്നങ്ങ് വിളിച്ചോണം. ആര്? ആ യൂറോപ്യൻ പയ്യൻ. ഞാൻ പറഞ്ഞല്ലോ എന്തൊരു ശല്യമാണെന്നറിയാമോ? ഇവരെ കൊണ്ട് അമ്മൊരു ശല്യമാണ്. നിങ്ങളെ മോൾ അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്ക്. അതാണ് നല്ലത്. വൈബ്രേഷൻ അടിക്കുന്നു. പിന്നെ അല്ല പിന്നെ എന്റെ കല്യാണം നടക്കില്ല ചേട്ടാ. പിന്നെയും ചേട്ടനും നമ്മുടെ കല്യാണം നടക്കും. നീ ആരാ? ഞാൻ എന്റെ കഥ പറയാം. അല്ല കഥ പറയാൻ വരട്ടെ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഒരു വയസ്സായ മുത്തശ്ശനുണ്ട്. അതെങ്കിലും 1 വയസ്സാകുമ്പോ മുത്തശ്ശനാവും. 1 വയസ്സായ മുത്തശ്ശനല്ല, എന്റെ വീട്ടിൽ ഒരു വയസ്സായ മുത്തശ്ശൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ? എന്റെ മുത്തശ്ശനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എഴുത്താണ്. അതാ നിന്റെ മുത്തശ്ശൻ പോസ്റ്റ് ഓഫീസാ? അതല്ലെന്ന്, എന്റെ മുത്തശ്ശൻ ഒരു എഴുത്തുകാരനായിരുന്നു. ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ എഴുതുന്ന ഒരാളായിരുന്നു എന്റെ മുത്തശ്ശൻ. മുത്തശ്ശന്റെ ഒരു കൃതി അറിയാമോ? ഇല്ല. അന്ധവിശ്വാസമേ വിടാ വിടാ. പിന്നെ എന്റെ കൂടെ വരാനിരുന്നാന്ന്. എന്നിട്ടെന്താ വരാന്? പാതിയോടം വരെ വന്നപ്പോഴത്തേക്ക് ഒരു കറുത്ത പൂച്ച എടുത്ത് വട്ടം ചാടിയെന്ന് പറഞ്ഞ് തിരിഞ്ഞ് 4 തുപ്പും തുപ്പി ആ മുത്തച്ഛൻ അങ്ങ് വീട്ടിൽ. അമ്മ മുത്തച്ഛനും കൊള്ളാം, മരുമോനും കൊള്ളാം. എടാ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നീ മുത്തച്ഛനെ പറ്റി പറയാൻ നിന്റെ കഥ പറയടാ. ഞാൻ എന്റെ കാര്യം പറഞ്ഞുപോയി. അപ്പൊ ഞാൻ എന്നെ കുറിച്ചൊക്കെ പറയാം. കണ്ടാൽ ഞാനൊരു സുന്ദരനാ, നാട്ടിലെ കിന്നര കോമളനാ, കാമിനിമാരുടെ കമുകനാ. എന്താ നിനക്ക്? മിഷവടിച്ചാൽ ഷാറൂഖ് ഖാൻ, മസിലി പെരിപ്പിച്ചാൽ സൽമാൻ ഖാൻ. എങ്ങനെയുണ്ട്? നിനക്ക് എന്താണ് ഇരുന്നിട്ട്? 1000 യൂറോപ്പുകാരുടെ കല്യാണം മുടങ്ങിയാലും ഒരു മലയാളിയുടെ കല്യാണം മുടങ്ങരുത്. മനസ്സിലായില്ല? എനിക്ക് വേണം വീണ. അതെ, ഇവിടെ വീണയില്ല, പകരം പഴയ ഒരു മൃദംഗം ഇരിപ്പുണ്ട്. അത് മതിയോ? ഈ തലയ്ക്കകത്ത് ഓളം തെറ്റി കിടക്കുന്നവരെ അത് എന്തോന്ന് പറയാനാണ്? അതല്ലെന്ന്, എനിക്ക് ഈ വീണയെ കെട്ടിച്ചേർന്നോന്ന്. എങ്ങനെ? താലി എടുത്ത് കഴുത്തി കെട്ടിട്ട് ഞാൻ അങ്ങ് കെട്ടിക്കൊണ്ട് പോവും. എന്ത് പറയുന്ന കേട്ടില്ലേ? എനിക്ക് ഇവിടെ കെട്ടിച്ചേർന്നോന്ന്. പറ്റൂലെന്ന് പറയില്ലേ? പറ്റൂല. പ്ലീസ്. ഹായ്, എന്തൊരു ക്യൂട്ടാണ്. സാരിയൊക്കെ എടുത്ത് ഭയങ്കര രസമുണ്ടായിരുന്നു. അവിടുന്ന് കാണുന്നത് ശുണ്ടരി. ഇനി പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. ബിജുകുട്ടൻ ചേട്ടാ. സൈന്ധവേ, ആര്യദത്ത, ശ്രേയ, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടാ. അടിപൊളി. ശ്രേയ എന്താണ് കാണിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ പറഞ്ഞാണല്ലേ, ഒരു രക്ഷയില്ലട്ടാ. പെണ്ണ് കാണാനൊക്കെ വരുമ്പോ ഉള്ള വരവൊക്കെ അത് എന്ത് രസമാണ്. ആദ്യത്തെ നിങ്ങൾ തമ്മിലുള്ള അച്ഛനും മോളും തമ്മിലുള്ള അച്ഛനും മോളാണ് അമ്മാവനും മോളും അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ സൈന്ധവേ. അത് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഈ ശ്രേയയുടെ കുറേ കൗണ്ടറുകളും കാര്യങ്ങളും ഒന്നും മറന്നു പോകൂല. ഭയങ്കര സ്ഫുടമായിട്ട് സംസാരിക്കുള്ളൂ. അത് നേരത്തെയൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണത്. പിന്നെ നമ്മുടെ ആര്യദത്തൻ നന്നായിരുന്നു കേട്ടോ. ആര്യദത്തൻ കാതികനായിട്ട് വന്നിട്ട് ആ കാതികൻ്റെ ആ ഒരു മാനരസങ്ങളൊക്കെ പിടിച്ചിട്ട് വളരെ മനോഹരമായിരുന്നു. എനിക്ക് തോന്നുന്നത് അവരെ കോമഡി വൽക്കരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെയല്ല, നമ്മളെ കോമഡി വൽക്കരിച്ചപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ തമാശകളും ഇതിനകത്ത് കൊണ്ടുവരാൻ നോക്കി. കാരണം അദ്ദേഹം ഈ കഥാപ്രസംഗമൊക്കെ പാട്ട് പാടിയതിന് ശേഷം ഒന്ന് സ്ട്രെസ് ചെയ്തിട്ടൊന്ന് പറയും. അത് കറക്റ്റായിരുന്നു കേട്ടോ. അത് എന്താ ചെത്തുപയ്യൻ അത് കാതികന്മാരുടെ, കാരണം അത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ് ആ കഥാപാത്രത്തിനേക്ക്. അതങ്ങനെയാണ് പറഞ്ഞാലുള്ള മനസ്സിലാക്കുന്നവള്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു. പാട്ടുകൾ നന്നായിരുന്നു. ഇടുക്കിനെ കുറിച്ച് പറയുന്നത് നന്നായിരുന്നു. അത് കിടുക്കി എന്നൊക്കെ പറഞ്ഞ പ്രാസം വെച്ചുള്ള ആ സാധനം നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ അവതരണമൊക്കെ 3 പേരും കിട്ടുക്കനായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ തമാശയുടെ കുറവുണ്ടെങ്കിലേ ഉള്ളൂ. അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള തമാശ കുറവൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം കണ്ടന്റിനുള്ള തമാശകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതൊന്നും അല്ലാട്ടാ, നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പൊ ഒരു സാധനം നമുക്കൊരു കൂട്ടൊരാളെ കിട്ടിയിട്ടുണ്ട്. ഗംഭീരം കേട്ടാ, യൂട്ടിലൈസ് ചെയ്തോളണം. ഓക്കെ, അടിപൊളി. താങ്ക് യു ചേട്ടാ. അടുത്തതായിട്ട് ഇക്ക. ശ്രേയക്കുട്ടി മിടുക്കിയാണ്. ശ്രേയക്കുട്ടി നല്ല ടൈമിംഗ് ആണ്, നല്ല മോഡുലേഷനാണ്, നല്ല എക്സ്പ്രഷനാണ്. ഒറ്റ കാര്യം കൂടെ ശ്രദ്ധിക്കുക,
ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് ടേൺ ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ ക്യാമറ ഒക്കെ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. 3 പേരും നല്ല കലക്കനായിട്ട് ചെയ്തു. ഗംഭീര സ്കിറ്റായിരുന്നു, നല്ല സ്ക്രിപ്റ്റായിരുന്നു. അതിൻ്റെ അകത്ത് പിള്ളേർക്ക് പറ്റുന്ന രീതിയിലുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങളെക്കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ നിങ്ങൾ 3 പേരും ചെയ്തത് വലിയ ഏജുള്ള ക്യാരക്ടറുകൾ ചെയ്യേണ്ട റോളുകളാണ് 3 ചെറിയ കുഞ്ഞുങ്ങൾ വന്ന് ചെയ്തത്. അത് ഗംഭീരമായിട്ട് ചെയ്തു. അതായത് വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഈ 3 പൊടികൾ ചെയ്തു. അപ്പോൾ എല്ലാ കാര്യത്തിലും നന്നായി വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്രചോദേട്ടാ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ഒന്നും മറന്നു പോകാതെ കളിച്ചു എന്നുള്ളതാണ്. പിന്നെ മോക്ക് കൈഡ് ചെയ്യാനായിട്ട് ആദ്യത്തെ ഡാൻസ് ഇല്ലേ, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. നല്ല രസമാണ് പെർഫോം ചെയ്തത്. കാര്യം അധികം സ്റ്റെപ്പൊന്നും ഇല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് അധികം സ്റ്റെപ്പൊന്നും കാണിക്കില്ല, പക്ഷെ ആ ചെയ്യുന്ന സ്റ്റെപ്പിന് ഒരു വൃത്തി, ഒരു ഭംഗിയുണ്ട്. മോൾ നല്ല രസമായിരുന്നു. മോടെ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റെപ്പ് പരിപാടികളൊക്കെ കൊള്ളായിരുന്നു. അതിനുശേഷം സൈന്ധവ് വന്നു, അമ്മാവൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ കൗണ്ടറുകളൊക്കെ നല്ല കൗണ്ടറുകളാണ്. എല്ലാം രജിസ്റ്റർ ചെയ്ത് പോയി. സൈന്ധവാളിലും വലിയ ഒച്ചയെടുത്ത് കളിക്കാതെ കറക്റ്റായിട്ട് റൂട്ടിൽ കൊണ്ടുപോയി. എന്തായാലും 3 പേരും നല്ല മിടുക്ക പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. അപ്പം ഇനിയും ഇതുപോലെ നല്ല നല്ല സ്കിറ്റുകളൊക്കെ നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. എന്റെ സ്കൂളിലുള്ള എല്ലാവർക്കും ആന്റിമാർക്കും എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കാം. പിന്നെ ഏത് സ്കൂളാ പറഞ്ഞു? കോട്ടയം പാമ്പാടി BM. കോട്ടയം പാമ്പാടി BMM സ്കൂളിലെ ഞങ്ങളുടെ ശ്രേയക്കുട്ടി പഠിക്കുന്ന സ്കൂളിന് ഞങ്ങളുടെ ഐറ്റം വേറെയുടെ ഹായ് ഹായ് പറയുന്നു. നമുക്ക് നേരെ മാർക്സിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം പ്രചോദേട്ടൻ സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടാ, ഞാൻ ഒരു 7000 രൂപ കൊടുത്തു. ഓക്കെ, 7000, 7000. ഇനി അടുത്തതായിട്ട് ബിജുക്കുട്ടൻ ചേട്ടാ. ഞാനും 7000 രൂപ. ഓക്കെ, 14,000 രൂപയാണ് ഇപ്പൊ മൊത്തത്തിലായിരിക്കുന്നത്. ഇനി ഇക്കയുടെ കയ്യിലാണ്. ഇക്കനെ നല്ല സോപ്പിട്ട് പിടിച്ചോ. ബാക്കിയുള്ളത് ഇതാ. 25,000. ഓക്കെ, നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ഒരുപാടധികം സിൽവർ ആൻഡ് ഗോൾഡൻ പഞ്ചസോട് കൂടിയിട്ട് തിരിച്ചു വരിക. അതുവരേക്കും ബൈ ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് ഒരു വെറൈറ്റി പെർഫോമൻസ് ആണ്. നമ്മളെപ്പോഴും മിമിക്രിയും സ്കിറ്റും ഒക്കെ അല്ലേ കാണുന്നത്. നമുക്കിനി ഒരു വെറൈറ്റി പിടിച്ചാലോ? അത് പെർഫോം ചെയ്യാനായിട്ട് ആരാണ് വരുന്നത് എന്ന് ഞാൻ വെൽക്കം ചെയ്യുന്നില്ല. നമുക്കൊരു വീഡിയോ കാണാം, എന്നിട്ട് നിങ്ങൾ തന്നെ കാണാം. ഓക്കെ? മനസ്സിലായോ ആരെ ഇങ്ങോട്ട് വരാൻ പോണെന്ന്? മനസ്സിലായി. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം സോണിയ ശ്രീജിത്ത്. One
ചെപ്പിൽ വെച്ചു എന്നെ തന്നെ തന്നു ഞാനടി ഇന്നു നിന്റെ യൗവനത്തിൽ ഭൂമേനി ചുറ്റി ഒളിച്ചു മറച്ച നിധിക്കു കൊതിക്കും തേടൽ തേടൽ അടിപൊളി സൂപ്പർ. ഈ 90s കിഡ്സിന്റെ ഒരു സെൻസേഷണൽ സീരിയൽ ആയിരുന്നു ഓട്ടോഗ്രാഫ്. അതിലെ നാസി ചേച്ചിയാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. ഹലോ ചേച്ചി. ഹലോ. ഇപ്പൊ എത്ര വർഷമായി കാണും സീരിയല്? ഇത്രയും കാലം എവിടെയായിരുന്നു, എവിടെ പോയിരിക്കുകയായിരുന്നു ആ സീരിയല്? ഞങ്ങളിപ്പോ അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് 2009 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഒരു 2012 വരെ അത് ഉണ്ടായിരുന്നു. 2012 ആയപ്പോൾ എന്റെ കല്യാണം കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് നിർത്തിണ്ടായില്ല, അതിന്റെ ഇടയിലൊക്കെ ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഓട്ടോഗ്രാഫ് തന്ന ഒരു ബ്രേക്ക് എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അല്ല, ഞാനിപ്പോ കാനഡയിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ ഇപ്പൊ വെക്കേഷന് വന്നതാണ്. അപ്പൊ അത് കാരണം കുറച്ചു കാലം കാണാൻ. കാനഡയിൽ ഇത്ര നാൾ മാറി നിന്നപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്തു വെച്ചും പോയപ്പോൾ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? സത്യമായിട്ട് അവിടെ ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയ കാരണം സീരിയൽ പോലും കാണാറുണ്ടായിരുന്നില്ല. അല്ല, നമ്മളുടെ ഈ സീരിയൽ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഒരു യങ്സ്റ്റേഴ്സ് മതി പിള്ളേര് വന്നിട്ട് ഇപ്പോഴത്തെ ജെൻസി എന്നൊക്കെ പറഞ്ഞ പിള്ളേര് വന്നിട്ട് സൂപ്പർ മെഗാ ഹിറ്റ് ആക്കിയ സീരിയലായിരുന്നു. കുടുംബസദസ്സുകള് ഒന്നടങ്കം കണ്ട സീരിയൽ. അത് വലിയ ആളുകളൊന്നുമില്ല, എല്ലാം പിള്ളേരും അല്ലേ, ക്യാമ്പസ് സ്കൂള് എല്ലാ തരത്തിലുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും കാണുമായിരുന്നു. അതെ അതെ, അതാണ് എന്റെ ടെലികാസ്റ്റ് പ്രൈം ടൈം അല്ലായിരുന്നു, അല്ല 6:30 ടൈം ആയിരുന്നു. എന്നിട്ട് പോലും ആളുകൾ ട്യൂഷൻ വിളക്ക് കത്തിക്കണ സമയമായത് കാരണം തന്നെ വിളക്ക് കത്തിക്കൽ മാറ്റിയാലും ഇത് മറക്കാറുണ്ടായിരുന്നു. കാരണം ഈ സീരിയൽ ചരിത്രത്തിൽ തന്നെ വേറിട്ടൊരു കാഴ്ചയായിരുന്നു അതിനകത്ത്. മറ്റേ അമ്മായിയമ്മ അതൊന്നുമില്ല, കുട്ടികളും കാര്യങ്ങളൊക്കെ. കുട്ടികളുടെ കഥ പറയും. ഇപ്പോഴത്തേക്കുള്ള സിനിമ പോലെയായിരുന്നു. അന്നത്തെ കാലത്ത് കാണുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് അല്ലേ? ആ സമയത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാരണം ഇത്രയും അതിന് ഇതുണ്ട്, റീച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോഴാണ് ആളുകൾ മെസ്സേജ് അയച്ച് മനസ്സിലാവുന്നത് ഇത്രയും അതിനോട് ഇഷ്ടം. ഞാൻ ചോദിക്കുന്നത്, അത്രയും കത്തി നിൽക്കുന്ന ഒരു സീരിയല് പിന്നെ പെട്ടെന്ന് എന്താണ് കല്യാണം കഴിച്ച് പെട്ടെന്ന് വേണ്ടാന്ന്? ഇല്ല, അത് സീരിയൽ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതിന്റെ ഇടയിലും വേറെ സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നിന്നും വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോഗ്രാഫ് അല്ല, വേറെ സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഐറ്റം വേറയിൽ തന്നെ വരണമെന്ന് എന്താണ്? ഞാൻ കണ്ടിട്ടുണ്ട്, അതിന് അത്രയും അവാർഡൊക്കെ കിട്ടിയൊരു ഷോ ആണ്. അഫ്കോഴ്സ് അതിലേക്ക് വിളിക്കുമ്പോൾ അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്കിങ്ങനെ ഒരു ഇത്രയും ഗ്യാപ്പിന് ശേഷം ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റേജ് കിട്ടാന്ന് പറയുന്നത് തന്നെ റിയലി ഗ്രേറ്റ്. അന്ന് ശരിക്കും സ്കൂൾ കുട്ടികളായിട്ടല്ലേ നിങ്ങളെ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ചേച്ചിക്ക് അന്ന് ശരിക്കും എന്ത് പ്രായം? ഞാൻ ഡിഗ്രി പഠിക്കുകയായിരുന്നു, ആരോടും പറയണ്ട. ഫൈവ് ഫിംഗേഴ്സിനെ മുഴുവനും മലയാളികൾ അങ്ങോട്ട് എത്ര മാത്രം മലയാളികളുടെ മനസ്സിൽ അവർക്കൊരു ഇടമുണ്ട് നമ്മൾ അറിഞ്ഞത് ശരത്തേട്ടന്റെ ഒരു വേർപാടിലൂടെയായിരുന്നു. അത് നിങ്ങൾക്ക് വലിയൊരു ഷോക്കായിരുന്നു കാണാൻ. ഓഫ് കോഴ്സ്, ഞാൻ ആ സമയത്ത് ദുബായിലായിരുന്നു. അവിടെയായിരുന്നു ഒരു 9 കൊല്ലം. 2015 രാവിലെ എനിക്ക് കേൾക്കുന്ന ന്യൂസ് ഇതാണ്, ശരത്ത് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല, ഏത് ശരത്താ. അപ്പോൾ പക്ഷെ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടവും. അതുകൊണ്ട് തന്നെ അവനെ മിസ് ചെയ്യും, ഓഫ് കോഴ്സ് മിസ് ചെയ്യും. പക്ഷെ നമ്മൾ കൂട്ടത്തിൽ അവൻ അവിടെ 4 പേരും കൂടുവാണെങ്കിലും ആ ഒരു മൂലയ്ക്ക് അവിടെ ഉണ്ട് എന്ന് വളരെ എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ശരത്ത് എപ്പോഴും പറയും, ഞാൻ എപ്പോഴാണ് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴാണ് ചേച്ചി അമ്മാവനാവുന്നതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞത്. എന്നിട്ടാണ് ഞാൻ അവൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പം ആൻറ്റി മോനെ എടുത്തിട്ട് എല്ലാ റൂമിലും കൊണ്ടുപോയിട്ട് ഇതാ നിൻ്റെ മരുമകൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയായിരുന്നു അവൻ ഓരോ റൂമിലും. അപ്പോൾ അതൊക്കെ ഭയങ്കര അവൻ ഇപ്പോഴും എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ആൻറ്റി കഴിഞ്ഞ വർഷം അസുഖം വന്ന് മരിച്ചുപോയി. അപ്പം അതും വലിയൊരു ഇതായിരുന്നു. സോ അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ചേച്ചി ഇന്ന് ഐറ്റം വേറെ ഫ്ലോറിൽ ഒറ്റയ്ക്കാണോ വന്നത്? എന്റെ ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ചേട്ടനെ പരിചയപ്പെടണ്ടേ? ചേട്ടൻ കാനഡയിലായിരിക്കും അല്ലേ ജോലി ചെയ്യുന്നത്? ഞങ്ങളുടെ ഈ ആരാധികനെ ആരാ തട്ടിയെടുത്തെന്ന് അറിയണം. അപ്പൊ എന്തായാലും നമുക്ക് ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടന്റെ പേര്? ശ്രീജിത്ത്. അപ്പൊ ശ്രീജിത്തേട്ടാ, വി വെൽക്കം യു.
ഇത് വല്ലാത്തൊരു ചതിയായിരുന്നു. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? കയ്യും കാലും എല്ലാം വരയ്ക്കുന്നത് എല്ലാവർക്കും കാണാലോ. ചേച്ചി ആക്ച്വലി ഒരു ആക്ട്രസിന്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുന്നത് അധികം ഒന്നും സംസാരിക്കത്തില്ലെന്ന്. ചേട്ടൻ സൂപ്പർ കോൺഫിഡന്റ് ആണല്ലോ ചേട്ടാ. അത് ഇവിടുന്ന് കിട്ടിയ കോൺഫിഡൻസ് ആണ്. ഫുൾ സ്ട്രെങ്ത്തും ഫുൾ അല്ല കോൺഫിഡൻസും ഇവിടുന്ന്. എന്തോ ഒരു കല ഇതിന്റെ ബാക്കിൽ ഉണ്ട്. കലയൊന്നുമില്ല, എന്തായാലും ഇല്ല. ഇവിടുന്ന് ആക്ച്വലി കിട്ടുന്ന കല കൊല്ലം മാത്രം. ആസ്വദിക്കുന്ന വലിയൊരു കലാകാരനാണ്. എന്നെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആണ് ആർട്സും ഇല്ല സ്പോർട്സും ഇല്ല. സ്പോർട്സ് ഉണ്ടായിരുന്നു അതാ പറഞ്ഞത്. സ്കൂൾ ടൈമിലൊക്കെ. അതുണ്ട്, അല്ല കളിയുണ്ട്. കലയുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റാത്തതിന്റെയാണ് എനിക്കിപ്പോ സപ്പോർട്ട് തരുന്നത്. മദ്ദളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? നിങ്ങൾ രണ്ടുപേരോട് എപ്പോഴെങ്കിലും ഷോ ചെയ്തിട്ടുണ്ടോ? ഇല്ല കേട്ടോ, ഫസ്റ്റ് ടൈം ആണ്. അത് നമ്മള് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിലാണ് രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായിട്ട് എത്തുന്നത്. ഇത് കാരനാണ് ഞാൻ പറഞ്ഞ അവിടെ ഇരുന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ കയ്യും കാലൊക്കെ വിറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആകെ ഇത് മുൻകൂട്ടി പറഞ്ഞിരുന്നു വെച്ചാൽ ഞാനും ഇതുപോലെ എന്തെങ്കിലും കിട്ടി വന്നേനെ. അല്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ കാണിക്കണത്. നമ്മുടെ പ്രോഗ്രാമിന്റെ പേരും അത് തന്നെയല്ലേ? ഇത് ഐറ്റം വേറെ അതാണ്. ഡാൻസ് എന്നായിരുന്നു. നമുക്ക് ഇത് കൊറിയോഗ്രാഫ് ചെയ്ത ആരാണ്? അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പ്രതീഷ് ഏട്ടനാണ്, പ്രതീഷ് പള്ളുരുത്തി. ആ കൊറിയോഗ്രാഫി കാരണമാണ് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത്, ഇത്രയും വലിയ സ്റ്റേജിൽ ഒറ്റയ്ക്ക്. താങ്ക് യു സോ മച്ച് പ്രതീഷ് ഏട്ടൻ. നമ്മുടെ സ്വന്തം ആളാണ്. അതെ അതെ, ഫ്ലവേഴ്സിന്റെ സ്വന്തം പ്രതീഷ് ഏട്ടൻ. നമ്മുടെ ദീപ്തിയുടെ ഹസ്ബൻഡാണ് പ്രതീഷ്. അതല്ലേ? പ്രതീക്ഷ എന്ന് വിളിക്കാം. പ്രതീക്ഷ നമുക്ക് മീനാക്ഷി എന്ന് വിളിച്ചോളൂ. പ്രതീക്ഷ എന്ന് വിളിക്കാം. പ്രതീക്ഷ ഏട്ടാ, we welcome you onto the floor. പ്രതീക്ഷും കുറെ നാളിന് ശേഷമാണ് അല്ലേ ടെലിവിഷൻ ഷോയിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ? പ്രത്യേകിച്ച് പ്രതീക്ഷ ഞങ്ങളുടെ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ ഇതിലെ ഐറ്റം വേറയിലെ മെയിൻ ആൾ ദീപ്തിയുടെ ഹസ്ബൻഡ് കൂടിയാണ്. പറയൂ പ്രതീഷ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു? എന്തായാലും പുള്ളിക്കാത്തി ഇതിനു മുന്നേ നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. മോശമായി ചെയ്തില്ല എന്നല്ലേ? കുറച്ച് നാളത്തേക്ക് പ്രതി അല്ലേ ഒന്നും വിട്ടുമാറി വിട്ടുമാറി അതിന്റെ ഒരു നല്ല ഗ്രേസ് ഉള്ള ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതിയായിരുന്നു അല്ലേ? ഇവിടെ രണ്ടുപേരും ആക്ച്വലി ചേട്ടൻ കൊറിയോഗ്രാഫി ചെയ്യുന്നതും ചേച്ചി ഡാൻസ് പഠിച്ച് കളിക്കുന്നതും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ്. പക്ഷെ നമുക്ക് അതൊന്നും തോന്നിയില്ല. കൊറിയോഗ്രാഫി അടിപൊളിയായിരുന്നു, വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. ഇപ്പൊ രണ്ടുപേർക്കും ഒരു വലിയ കൈയടി കേട്ടോ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ ചേച്ചി നേരത്തെ ഒരു ആക്ടർ ആയിരുന്നു ഫുൾ ടൈം. ഇപ്പൊ കാനഡയിൽ പോയിട്ട് വർക്കിംഗ് ആണോ അതോ ഹോം മേക്കിംഗ്? ഞാൻ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 2023 ലാസ്റ്റ് സസ്നയം ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെയാണ് ഇപ്പം ഒരു ഗ്യാപ്പിന് ശേഷം വരുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും പ്രോജക്ട്സ് ഒക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? വന്നാൽ ഓഫ് കോഴ്സ് കമ്മിറ്റ്. അല്ല, ഇനി മിക്കവാറും തിരിച്ചു വരേണ്ടി വരും. വരട്ടെ. ഒരു വരവ് കൂടി വരേണ്ടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ വളരെ കിടുക്കാച്ചിയായിട്ടുള്ള മറ്റൊരു എപ്പിസോഡും കൂടെ ഇവിടെ കഴിയുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കണ്ട സ്കിറ്റുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസ് അപ്പ് തന്നെ, ഒരു കൈഡി തന്നെ. എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, അപ്പം ഒരുപാട് നല്ല സ്കിറ്റുകൾ കണ്ട് നിങ്ങളും ചിരിച്ചു, ഞങ്ങളും ചിരിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടിക്ക് ഇതാ ഇവിടെ കർട്ടൻസ് ഡൗൺ ആവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.